ആരാത്? വേണ്ടപ്പെട്ട ഒരാളാ. വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാള് അവന്റെ ചില സമയത്ത് തമാശകൾ കാണണം. നീ കണ്ടല്ലേ? ഇതിനകത്ത് എന്താണ് ബിസിനസ്? അത് കൊള്ളാം. പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ചോദിക്ക ഇതിനകത്ത് എന്താ ബിസിനസ്? ഇത് നിങ്ങളുടെ വീടാണെന്നോ? അപ്പൊ പാപ്പരാകാൻ വേണ്ടി കോടതിയിൽ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്നോ? ഏതാ ഉമ്മൻ? ഉമ്മനോ? ഉമ്മനല്ല, ഉമ്മൻ, സ്ത്രീ. അതെന്റെ ഭാര്യ. ആ മുഖം എല്ലാത്തിനും അതിനുണ്ട്. ഞങ്ങളുടെ കിടപ്പുമുറി വന്നിട്ട് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ ഭാര്യയുടെ മുഖം കാണുന്നു പറഞ്ഞാൽ സ്റ്റോപ്പ് യുവർ ബ്ലീഡിംഗ് നോൺസെൻസ്. ഇവർ നിങ്ങളുടെ ഭാര്യയോ? കോടതി രേഖകൾ പ്രകാരം ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B അനുസരിച്ച് ഈ സ്ത്രീയെ നിങ്ങൾ 31/3/97 മോർണിംഗ് 11:30 ഡിവോഴ്സ് ചെയ്തു. യു ഫോളോ മീ. എന്നിട്ടും ഈ സ്ത്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? യാതൊരു ബന്ധമില്ല. Then this is house trespassing in the midnight, which is punishable under section 456 of IPC. പാതിരാത്രിയിൽ പരസ്ത്രീയുടെ പട്ടുമത്തയിൽ പള്ളി ഉറങ്ങാൻ ഒരു സാധാരണ പൗരന് അവകാശമില്ല. പിന്നെയാണ് ഒരു പാപ്പർക്ക് പാപ്പരെ 3 വർഷം തടവും പിഴയും. ഇതെന്തിനാണ് ഈ പുള്ളി? പാപ്പർക്ക് കണ്ടുപിടാതിരിക്കാനാണോ? താനൊന്ന് ഇറങ്ങിപ്പോണ്ട. This is my duty. I will enter at any time, any place, any moment. ഡിവോഴ്സ് നേടി നാട്ടുകാരെ മണ്ടന്മാരാക്കിയതോ പോട്ടെ, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വീണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാൽ മതി. നിങ്ങൾക്കൊരു 7 വർഷത്തെ പ്രശ്നം വരും. അതോടെ എന്റെ ഡ്യൂട്ടി തീരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. വെറുതെ കുരിശുണ്ടാക്കരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരുടെ മുറി കരുത്? പറയൂ. ബോറടി മാറ്റം വെറുതെ ഒന്ന് കരുതാ. അന്യ സ്ത്രീയുടെ കിടപ്പറ നിങ്ങൾക്ക് ബോറടി മാറ്റാനുള്ള സുവാസ കേന്ദ്രമാണോ? അതും ക്രിമിനൽ ട്രസ്പാസ് സെക്ഷൻ 442. ജാമ്യം കിട്ടുകയല്ല, നോൺ ബെയിലബിൾ ഒഫൻസ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അനാവശ്യ ചിന്തയോടെ ഈ പെണ്ണുമ്പിള്ളയുടെ മുറിയിൽ വലിഞ്ഞു കയറാമെന്നുള്ള വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ പറിച്ചു കളഞ്ഞാരെ. രാവും പകലും ഞാൻ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അടുത്ത 3 മാസം ഞാൻ ഈ വീടിന്റെ മുകളിൽ കാർമേഘമായി ചൂഴ്ന്നു നിൽക്കും. 90-ാം ദിവസം ഒരു പേമാരിയായി പെയ്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ വൻ തോക്കുകൾ പലരും കടപുഴകി വീഴും. വീണവൻ കൈയോടെ കാരാഗ്രഹത്തിലാവും. വീഴാത്തവന് കോടതിയുടെ കാരുണ്യം കിട്ടും. യു അണ്ടർസ്റ്റാൻഡ്? വേഗം സ്ഥലം കാലിയാക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇപ്പൊ തരുവാണ്. ഗെറ്റ് ഔട്ട്. നിങ്ങൾ അത് വാലടിച്ചോളൂ. നിങ്ങളോടല്ല, നിങ്ങൾ പുറത്തേക്ക് പോകണം. ക്ലിയർ ദ പ്ലേസ്. Don't repeat this. സീതേ, സീതേ, ഞാൻ വന്നു. വാതില് തുറക്ക്. ആ കള്ളസിംഹം കാണാണ്ടാ ഞാൻ വന്നേ. തുറക്ക്. പാപ്പരേ, ഇവിടെ വരൂ. ലർക്കിംഗ് ഇൻ ഹൗസസ് ബൈ മിഡ് നൈറ്റ്. അർദ്ധരാത്രിയിൽ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അന്യവീടിന് പരിസരങ്ങളിൽ മറഞ്ഞു നിൽക്കുക. വകുപ്പ് ഏതാണെന്നറിയോ? IPC സെക്ഷൻ 356. തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 കൊല്ലം വരെ കിട്ടും. ഇനി പോകാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഒരു മുറി വേണം. എന്താ സാറേ, വീട്ടിലാരും ഇല്ലേ? ഒരു രസത്തിന് ഭാര്യയ്ക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയ. സാറിന് 500 കൊടുക്ക. പെട്ടിയില്ല സാറേ. തൽക്കാലം ഉടുതുണി മാത്രമേ ഉള്ളൂ. പെട്ടിയില്ലെങ്കിൽ മുറി തരില്ലേ? എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട. ഹലോ, ഞാൻ മാധവേട്ടനാ. എന്തായി? അയാൾ പോയോ? ചേട്ടൻ വിഷമിക്കണ്ട. ആ കമ്മീഷൻ പോയിട്ടില്ല. അയാളൊന്ന് മാറി കിട്ടിയാൽ ഉടൻ കൊടുത്തയക്കാം. വരൂ. ചേച്ചി അയച്ചതാ. എന്തിനാ ഇത്? ഞാനിവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നതാണ്. അഥവാ താമസിക്കേണ്ടി വന്നാലും ഒന്നിനൊരു മുട്ട് വരരുതല്ലോ. അന്വേഷണം കഴിയുന്നവരെ അളിയൻ വീട്ടിലോട്ട് വരാതിരിക്കുന്ന ബുദ്ധി. നീ പോടാ. 90 ദിവസം മാറി നിൽക്കാനോ? സീതയില്ലാതെ ഒരു രാത്രി പോലും എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. എനിക്കിപ്പോ പോണ അവളെ കാണണം. അയ്യോ, അത് വേണ്ട. ആ പ്രതാപസിംഹം കൈയോടെ പിടിക്കും. എങ്കിൽ പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അയ്യോ, അത് അതിലും ആപത്ത. വരൂ. മോളെവിടെ? വീട്ടിലുണ്ട്.
തൽക്കാലം നീ ഇവിടുന്ന് പോണ്ട. ആ സിംഹത്തിന് അവിടെ നിന്ന് കെട്ടിയെടുക്കുന്നവരെ നമുക്കൂടെ കഴിയാം. അയ്യോ, അത് കുഴപ്പമാവും. നമ്മൾ തമ്മിൽ കാണുന്നുണ്ടോന്ന് അറിയാനാ അയാൾ രാവും പകലില്ലാതെ അന്വേഷിച്ച് നടക്കുന്നത്. എന്ത് ഗതികേടത്. ആരായത്? സീത, എന്റെ ഭാര്യ. വെറുതെ വേഷം കെട്ട് കാണിക്കരുത്. സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നടുവിയാൻ ഓടിക്കും. പറ, ആരാ സ്ത്രീ? എന്റെ ഭാര്യയാണ് സാർ. ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ഒന്ന് പറഞ്ഞു കൊടുക്കടോ. പുള്ളിക്കാരന്റെ വൈഫാണ് സാർ. തന്റെ വക്കാലത്ത് വേണ്ട. റെയ്ഡ് സമയത്ത് ഏതെങ്കിലും മാനേജർമാർ സത്യം പറഞ്ഞിട്ടുണ്ടോ? രജിസ്റ്ററോടെ ഇതിൽ മാധവൻ നായരുടെ പേര് മാത്രമേ ഉള്ളല്ലോ. രണ്ടുപേരും കൊണ്ട് മാറി നിൽക്ക്. ഇവർ ഭാര്യയാണെന്നുള്ളത് എന്താ തെളിവ്? സ്വന്തം ഭാര്യയ്ക്ക് എന്തിനാ സാർ തെളിവ്? വേണം. മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല. കെട്ടുതാലി പോലും ഇല്ല. അത് ഞാൻ ഊരി വെച്ചിരിക്കുക. എന്നോട് നാടകം കളിച്ചാൽ അടിച്ച് ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഭാര്യയാണ് പോലും. നടക്കാൻ. ഞാൻ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോയറാണ്. ഇദ്ദേഹം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു അഡ്വക്കേറ്റായി എനിക്ക് കൈയിടാൻ പറ്റും. ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ സാർ. ക്യാരി ഓൺ. എന്റെ ഒറ്റ ഫോൺ കോളിലാണ് ഈ റെയ്ഡ്. മാധവൻ നായർ വിഷമിക്കണ്ട. പേര് ഗിന്നസ് ബുക്കിൽ വരും. ലോക ചരിത്രത്തിൽ ആദ്യമായി ഭാര്യയോടൊപ്പം പിടികൂടപ്പെട്ട ഭർത്താവ്. സീതാഭവനിൽ മാധവൻ നായർ. ഓൾ ദി ബെസ്റ്റ്. ഇതാരുടെ വണ്ടിയാ? ഇപ്പോഴും വീട്ടിൽ അവിഹിത കണക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. റിപ്പോർട്ട് എഴുതിയിട്ട് എനിക്ക് പൊടിയും തട്ടി പോകാം. കാർ പൊക്കോളൂ. പറയൂ. പെരുവഴിയിലായതിന്റെ സുഖം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മാധവൻ നായർക്ക്. എനിക്ക് ചെന്ന് കയറാൻ ഒരു വാടക വീടെങ്കിലും ഉണ്ട്. ഇനി നിങ്ങൾ ഏത് ഹോട്ടലിൽ ചെന്ന് താമസിച്ചാലും അപ്പോ ആ പ്രതാപസിംഹത്തിന് മുന്നിൽ ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് കൊടുക്കും. ചെല്ല്. നിർത്തൂ. ഇത് കളരി സെക്ഷൻ. ഓഹോ, തെക്കൻ മുറയാ. എല്ലാം നല്ല പദം വന്ന അഭ്യാസികളാണ്. ഒരു വാളും പരിചയം തരാൻ പറയൂ. കൊടുക്ക. ഇവര് കൊള്ളാം. ഇവരെ നമുക്കെന്തിനാ? 4 നേരം സൂപ്പ് വെച്ച് കുടിക്കാൻ. വെറുതെ ഇരടാ കഴുതേ. സിംഹം നരവേട്ട തുടങ്ങിയ എന്തെങ്കിലും പറഞ്ഞോ? പാറ പോലെയുണ്ട്. ഇതിലൊരു 4 പീസുകൾ വേണം. ഒരു 4 മണിക്കൂർ എടുത്തേക്ക് മതി. തുക അല്പം കൂടും. ഇതിനൊക്കെ സർക്കാർ ഒരു റേറ്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് നടക്കേണ്ടി വരും. കിട്ടിയാ കിട്ടി. ഒരു 3 കൊട്ടേഷൻ വൗച്ചർ അടക്കം എന്റെ ഓഫീസിൽ എത്തിച്ചേക്ക്. ദെൻ സ്റ്റാർട്ട് ഓപ്പറേഷൻ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? വിട് എന്നെ, വിട്. വിടാൻ. ഹലോ മിസ്റ്റർ മാധവൻ നായർ. കൊള്ളാം. ഓ, അപ്പൊ ഇത് തന്റെ പണിയായിരുന്നു അല്ലേ? എന്താ എനിക്ക് വേണ്ടത്? എന്തിനാ എന്നെ കൊണ്ടുവന്നേ? ഈ സർട്ടിഫിക്കറ്റ് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. പെട്ടെന്ന് വിവാഹമോചനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കോടതിയിൽ നിങ്ങൾ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണിത്. ഒരു ഭർത്താവെന്ന നിലയിൽ നിങ്ങൾ പരിപൂർണ പരാജയമാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ്. ഡോക്ടർ, ടെസ്റ്റ് തുടങ്ങാം. എന്ത് ടെസ്റ്റ്? ഒരു ചെറിയ ടെസ്റ്റ്, പൊട്ടൻസി ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾ ഹാജരാക്കിയ രേഖ വ്യാജമാണോ എന്ന് ഇദ്ദേഹത്തിനോട് സംശയം. ഇപ്പൊ കഴിയും. നിങ്ങൾ ആ വസ്ത്രങ്ങൾ ഡോക്ടർ, അയാളെ പിടിക്കും. എന്റെ വക്കീലെ, എനിക്കറിയില്ല. കക്ഷി കൊണ്ടുവന്നു, ഞാൻ ഹാജരാക്കി. ദാറ്റ്സ് ഓൾ. പ്ലീസ് ബിലീവ് മീ. മിസ്റ്റർ ബാരിസ്റ്റർ, ദിസ് ഇസ് ഫോർജറി ഓഫ് റെക്കോർഡ്. കോടതിയെ കബളിപ്പിക്കാൻ കൃത്രിമ രേഖകൾ ചമച്ചാൽ IPC സെക്ഷൻ 466 പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വക്കീലിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടയും തിന്നാം. അല്ല, അതെനിക്കറിയാം. ഈ താമ്രപത്രം എഴുതിയ ഡോക്ടറെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതൊരു തമിഴനാ, തിരുനെൽവേലിക്കാരൻ, അരുൾ ശെൽവൻ. ഏതോ ഒരു കറസ്പോണ്ടൻസ് കോഴ്സുകാരനാ. MBBS എവിടെയാ കറസ്പോണ്ടൻസ് കോഴ്സ്? അണ്ണാൻമലൈ. അണ്ണാമലയിൽ തന്നെ ഇരിക്കട്ടെ. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. ഈ മിസ്റ്റർ മാധവൻ നായർ ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണോ? വെറുതെ സാറേ, ആളെ ചുറ്റിക്കാൻ. അയാൾക്ക് ഇപ്പൊ പൊട്ടൻസിയുടെ ടെസ്റ്റ് വേണ്ടത് തലയ്ക്കാ. ഓർഗൻ ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് സാറിന് വിടുന്നു. ഇന്നിനി പൊട്ടൻസി ഉണ്ടെങ്കിൽ തന്നെ അന്നതില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വാദിക്കാം. ഇതൊക്കെ വരാനും പോകാനും ഒരുപാട് നേരം വേണോ സാറേ? എന്തായാലും ആ തിരുനെൽവേലിക്കാരൻ ഡോക്ടർ കോടതി വരേണ്ടി വരും. വരുത്തണം. പിടിച്ച പിടിയാലേ ഡൈവോഴ്സ് കിട്ടാൻ അന്ന് അതേ വാർത്ത ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ കോടതി അത് മനസ്സിലാക്കണം. അതിന് തെളിവാണ് പ്രധാനം. അതിനാണല്ലോ തലയ്ക്ക് വെളിവുള്ള എന്നെ സർക്കാർ ഈ പണി ഏൽപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ചില്ലല്ലോ. Correct. You can go.
മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുത്. കയ്യിലെ കാശൊക്കെ തീർന്നു. നീ കുറച്ച് കാശെടുക്ക്. ഇത്രയും വേണോ? ഇത്രയും വേണ്ട. അല്ലെങ്കിൽ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ പറ്റുമോ? ഇത്രയും പണം കൊണ്ട് നടന്നു പോണ്ട, അപകട.